എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. കണ്ണൂർ ജില്ലയിലെ വെള്ളിക്കീൽ എന്ന സ്ഥലത്ത് നിന്നും തളിപ്പറമ്പിലേക്കാണ് ഇന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റോഡാണ്, അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വളരെ സ്മൂത്താണ്. ഇപ്പോൾ ഈ ഒരു റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നും. കാരണം പിന്നെ ബോർഡർ ലൈൻ കൃത്യമായിട്ടുണ്ട്, അതേപോലെ സെൻറ്റർ ലൈൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ട്രാഫിക് ഇല്ല. അപ്പോൾ അത്തരം റോഡുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നല്ലതാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് ഇത്തരം റോഡുകളൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ആളുകളൊക്കെ ഈ ഒരു റൂട്ടിലൊക്കെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി കഴിയും. ചെറിയ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് വീണ്ടും ഒരു ടി റോഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് ആക്ച്വലി റൈറ്റാണ് പോകേണ്ടത്. അത് നോക്കാം. ഞാനിവിടെ ഇതാ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്ത് രണ്ട് സൈഡും വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. കണ്ടല്ലേ ആ ഒരു വണ്ടി വരുന്നത് കണ്ടോ നിങ്ങൾ? അപ്പോൾ നമ്മളെപ്പോഴും ഈ സൈഡ് ലെഫ്റ്റ് ചേർത്തിട്ട് തന്നെ നിർത്തണം. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ആ വണ്ടികൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അത് പല ആളുകളും തെറ്റിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാ സ്റ്റിയറിങ് തിരിച്ചിട്ട് പതിയെ പോകുന്നു. കണ്ടില്ലേ? അത് സ്മൂത്തായിട്ട് ഞാനിപ്പോൾ പോയി. അപ്പം ഇങ്ങനത്തെ ടി റോഡിലെത്തുമ്പോൾ ഒരുപാട് ആളുകൾ തെറ്റിച്ച് ഡ്രൈവ് ചെയ്യുന്ന കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എതിരെ ഒരു ബസ് വരുന്നുണ്ട് കണ്ടോ നിങ്ങൾ? ഞാനിപ്പോൾ ഇതാ സൈഡ് ചേർത്ത് പതിയെ പോയി. വീതിയുള്ള റോഡാണെങ്കിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റോഡുകളിൽ ബസ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അധികം സൈഡ് എടുക്കാതെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സൈഡ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ സ്ലോ ആക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. ബസ്സുകാർ എടുക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ പോകരുത്. മാക്സിമം സൈഡ് ആക്കിയിട്ട് തന്നെ പോവുക. പ്രത്യേകിച്ച് ബസ്സൊക്കെ കാണുന്ന സമയത്ത് സൈഡ് ചേർത്ത് സ്ലോ ആക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ നല്ല വളവുകളാണ്, വളരെ ശ്രദ്ധിച്ചെടുക്കണം. കണ്ടില്ലേ? വാഹനങ്ങളൊക്കെ സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ചിലപ്പോൾ ഏത് സമയത്തും റോഡിലേക്ക് എടുക്കും. എല്ലാവരും ഒന്നും റൂള് പോലെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടൊന്നും പോവില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാ ഞാനിങ്ങനെ പതിയെ ഡ്രൈവ് ചെയ്ത് ഇവിടത്തേക്ക് എത്തി. എവിടെ എത്തി ഇപ്പോൾ സ്ഥലം? നോക്കട്ടെ, സ്ഥലത്തിൻ്റെ ബോർഡ് നോക്കട്ടെ എവിടെ എത്തി. ഇപ്പം ഏകദേശം തളിപ്പറമ്പ് എത്താനായിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് പുളിമ്പറമ്പ എന്നാണ്. പുളിമ്പറമ്പ എന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചെടുക്കണം. ഇവിടുന്ന് സീബ്ര ലൈൻ ഉണ്ട്, ക്രോസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റോഡുണ്ട്, പോക്കറ്റ് റോഡുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇവിടുന്നൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. എപ്പോഴും സൈഡ് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പലപ്പോഴും ആളുകൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ സൈഡിൻ്റെ കാര്യമൊന്നും ഓർമ്മയുണ്ടാവില്ല. റൈറ്റിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന കാണാം. അങ്ങനെ ഒരിക്കലും പോകരുത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ തൊട്ട് മുമ്പിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ബൈക്ക് കുട പിടിച്ചിട്ട് പോകുന്ന കണ്ടില്ല? ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താ വലിയ അപകടമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം പിന്നെ കുട പിടിച്ചിട്ട് ബൈക്കിൽ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഇവർക്കൊന്നും അറിയാഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വലിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയോ അപകടങ്ങളാണ് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കുട പിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പോൾ രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം. അത് പലരും പാലിക്കുന്നില്ല. അതേപോലെ തന്നെ കുട പിടിച്ചിട്ട് യാത്ര ചെയ്യുന്നത് നിങ്ങൾ ബൈക്കിൽ ഒരിക്കലും ചെയ്യരുത്. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഇവർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പിന്നെ റൈഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലും നിങ്ങൾ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. ഇപ്പം നമ്മളെ മുമ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഇറക്കവും വളവും ഒക്കെയാണ്. അപ്പം പിന്നെ വളരെ ശ്രദ്ധിച്ചു പോകണം. മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കോട്ട് ഇടുക. കോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ തല മൊത്തം കവർ ചെയ്യുന്ന ടൈപ്പുള്ള കോട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും റെയിൻ കോട്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും സേഫായിട്ട് പറ്റുന്നുള്ള കാര്യം. അപ്പോൾ അല്ലാണ്ട് കുട പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുടയിൽ കാറ്റ് പിടിക്കും. കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ റൈഡ് ചെയ്യുന്ന ആളുടെ പിന്നെ ബാലൻസ് പോലും തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കണം. പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വളവുകളൊക്കെ ഉണ്ട്. പുളിമ്പറമ്പ എന്ന സ്ഥലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഏകദേശം പിന്നെ തളിപ്പറമ്പിലേക്ക് എത്താനായിട്ടുണ്ട്. ഇപ്പം ഞാനെന്തായാലും ഇവരെ ഓവർടേക്ക് ചെയ്യാണ്. ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്യുന്നു. ഇപ്പോൾ
നമ്മളിപ്പോൾ തളിപ്പറമ്പ് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. കണ്ടില്ലേ, നമ്മൾ തളിപ്പറമ്പ് ടൗണിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തളിപ്പറമ്പ് ടൗണായി. കണ്ടില്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസാണ് വേണ്ടത്. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്